ഓക്കെ മക്കളെ, 10ാം ക്ലാസ്സിലെ ട്രിഗണോമെട്രിയുള്ള ചാപ്റ്റർ എല്ലാവരും പലതും ഇത് ടഫാണ് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയിടും ചില കുട്ടികളൊക്കെ. മക്കളെ എന്തായാലും ഫ്രീ ആയിട്ട് മാർക്ക് കിട്ടുന്ന ഒരു സംഭവമായിട്ടത്. നോക്കിയിട്ട് ഇതിലുള്ള ഡയഗ്രാംസ് ഈ ഒരു മോഡൽ ഉണ്ടാവും. ഈ മോഡൽ തന്നെയാണ് ഈ മോഡൽ, രണ്ടും ഒരേ സംഗതിയാണ്. ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറയട്ടോ. ഒരു ടവറിന്റെ മുകളിൽ ഒരാൾ മറ്റൊരു ബിൽഡിംഗിന്റെ മുകളിലേക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോൺ 50 ഡിഗ്രി, കീഴ്ക്കോൺ അടിഭാഗത്തേക്ക് 45 ഡിഗ്രി. ചിത്രം വളരെ ക്ലിയർ ആണ് സംഗതി. ഇത് വരക്കണതിന് 1.5 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഒരേ ഹൈറ്റുള്ള 2 ബിൽഡിംഗ് കേട്ടോ, ഒരേ ഹൈറ്റുള്ള 2 ബിൽഡിംഗ്. അതിന്റെ ഇടയ്ക്ക് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. സെന്ററിൽ ഒന്നും പറഞ്ഞില്ല. 30 ഡിഗ്രി ഒന്നിന്റെ ടോപ്പ് കാണണം, 45 ഡിഗ്രി ടോപ്പ് കാണണം. അപ്പോൾ ഏതിനാണോ കുട്ടി അടുത്ത് നിൽക്കുന്നത് അതിന്റെ അവിടെ നിന്നുള്ള ദൂരം 20 എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി വന്നാലും മാത്രമാണ് വളരെ അടുത്തുള്ളത് മനസ്സിലാക്കുക. 30 ഡിഗ്രി ആണെങ്കിൽ കുറച്ചുകൂടി വൈഡായി വരണമല്ലോ. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അവിടെ. അത് ഒരു വർഷം ചോദിച്ച ചോദ്യമാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെറിയൊരു ട്രയാങ്കിൾ, ഒരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് കുട്ടി 30 ഡിഗ്രിയിൽ ടോപ്പ് കണ്ട് 12 മീറ്റർ കൂടി ഹൈറ്റ് ഉയർത്തിയ സമയത്ത് വീണ്ടും നോക്കിയപ്പോൾ 60 ഡിഗ്രിയിൽ കണ്ടെങ്കിൽ ഇതിന്റെ ബിൽഡിംഗിന്റെ ഹൈറ്റ് എത്ര എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ ഈ ഇതേ സംഗതി മറ്റു നോക്ക്. ഒരാൾ ഇവിടെ നിന്നുണ്ട്, ഇവിടെ പുഴയുടെ മറുവശത്തുള്ള ഒരു മരത്തിന്റെ മുകളിലേക്ക് നോക്കുകയാണ്. അവിടുന്ന് 20 അടി മുന്നോട്ട് വന്നപ്പോൾ അതായത് 60 ഡിഗ്രിയിൽ കണ്ട്, ഇവിടെ 30 ഡിഗ്രിയിൽ കണ്ട്. ഇതിനൊക്കെ പ്രത്യേകം എന്താ വെച്ചാൽ ഇത് രണ്ടും ഒരേ ക്വസ്റ്റ്യൻ ആട്ടോ. ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 60ന്റെ പകുതിയാണ് 30, 60ന്റെ പകുതി 30. അപ്പോൾ ഇവിടെയുള്ള കോണിൽ ഏതൊക്കെ വരാമെന്ന് ശരിക്കും ആലോചിച്ചാൽ മതി. പെട്ടെന്ന് പറയാവുന്ന സംഗതിയാണ്. 30/60/90, 45/45/90 വെച്ച് ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസ് ആണ് ഇത് മൂന്നൊക്കെ. ഇത് നമുക്ക് നേരിട്ട് ടാൻ വെച്ചിട്ടോ ഒക്കെ ചെയ്യേണ്ട സംഗതിയാണ്. ഓർത്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം 45 ഡിഗ്രിന്റെ ഒരു സംഭവം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴാണ് മനസ്സിലായത്. 45 ഡിഗ്രിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. 45 ഡിഗ്രിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 45 ഡിഗ്രി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയും ഒരു 45 ഡിഗ്രി വരുന്നതാണ്. അപ്പൊ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആവും. ഇത് 40 ആണെങ്കിൽ ഇവിടെ 40 വരും. ഇത് 40 ആണെങ്കിൽ ഇവിടെ 40 ആയി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളം 40 ആണ്. ഇതിന്റെ ഹൈറ്റ് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതും കൂടി കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇത് 40 കിട്ടിയ സ്ഥിതിക്ക് ബാക്കി tan 50 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് വെച്ചിട്ട് വളരെ കൂളായിട്ട് കാണാം. tan 50ന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ 30 ഈ ഒരു സംഗതി റേഷ്യോ ഉള്ള സംഗതി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ട്രിഗണോമെട്രിയിൽ അടുത്ത ലെവൽ ക്വസ്റ്റ്യൻ ആണ് പരപ്പളവ് ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻ. ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഹാഫ് AB സൈൻസ് ഡയറക്റ്റ് ഫോർമുല വെച്ച് ചെയ്യാം. അതെല്ലാം ഒരാൾക്ക് ഇങ്ങനെ കറക്റ്റ് ഈ പെർപെൻഡിക്കുലർ വരച്ചിട്ടാണെങ്കിൽ 60:30:90 വെച്ചിട്ട് ചെയ്തിട്ട് ഹാഫ് BH കണ്ടുപിടിക്കുകയും ചെയ്യാം. ഹാഫ് BH ആണ് ഈ സംഗതി ഓർത്ത് വെക്കുക. ഇതിന്റെ പടങ്ങൾ എക്സ്റ്റൻഷൻ കൊടുത്ത സാധനമാണ് സാമാന്തരികം പാരലോഗ്രം എന്നുള്ള സംഗതി. ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് AB സൈൻസ് ആണെങ്കിൽ 2 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടാൽ മതി. അത് ഹാഫ് കൂട്ടിയ 1 ആണ്. അതാണ് 1 AB സൈൻസ് എന്നുള്ള സംഗതി. അതും ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ ഡയമീറ്റർ കാണാനുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനെ സംഗതി കണ്ടു കഴിഞ്ഞാൽ ഡയമീറ്റർ കാണാൻ നമുക്ക് വളരെ പെട്ടെന്ന് കാണാനുള്ള 2r A/sin എന്നുള്ള സാധനം ഓർത്ത് വെച്ചാൽ മതി. A എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈഡിന്റെ ലെങ്ത് ആണ്. sin 30 ആണ്. നേരെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സൈൻ വാല്യൂ ആണ്.10/sin 30 10/half = 20 നേട്ടും. 2നെ 10 × 2 വെച്ച് ചെയ്താൽ 20 ആൻസറിലേക്ക് എത്തി. ഇതേ സംഗതി തന്നെ ഇങ്ങനെ ഡയമീറ്റർ ആക്കി ഈ പോയിന്റിനെ കുറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് സെന്ററിലേക്ക് കൊണ്ടുവന്നാൽ ഇങ്ങനെ സംഗതി കിട്ടും. ഇപ്പോൾ 90 ഡിഗ്രിയാണ്. സെമി സർക്കിൾ അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇതേപോലെ ഈ റേഷ്യോ വെച്ചിട്ട് അവിടെ സിമ്പിൾ ആയിട്ട് വേറെ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി എഴുതിച്ചിട്ട് ടാൻ വാല്യൂ സൈൻ വാല്യൂ എതിർവശമായി കാണണം എന്നുള്ള സാധനമൊക്കെ ഇത് വെച്ചിട്ട് ഒരു വർഷം ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് ബൈഹാർട്ടാക്കി വെക്കണം. മനസ്സിലാക്കാതെ ബൈഹാർട്ടാക്കാൻ പറ്റാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള സാമഗ്രികളാണ് 1:√3:2 അതേപോലെ 1:1:√2 എന്നുള്ള സംഗതിയൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ട്രിഗണോമെട്രി എന്നുള്ള സംഗതി അതിൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഓർത്ത് വെക്കുക. ഈ ചിത്രം വരക്കാൻ മറക്കരുത്. ഓക്കെ.